നമസ്കാരം. CPM-ന്റെ ജില്ലാ ബാങ്ക് അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത്. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് ഓഫ് ഇന്ത്യ MG റോഡ് ശാഖയിലുള്ള അക്കൗണ്ടാണ് നിലവിൽ മരവിപ്പിച്ചിരിക്കുന്നത്. ഈ അക്കൗണ്ട് വഴി ഈ മാസം മാത്രം പിൻവലിച്ചത് 1 കോടി രൂപയായിരുന്നു. അതേസമയം തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ സുതാര്യമാണ് എന്ന പതിവ് പല്ലവി തന്നെ CPM ആവർത്തിക്കുന്നുമുണ്ട്. 4,80,00,000 രൂപയാണ് ബാങ്കിൽ ഇപ്പോഴുള്ള ബാലൻസ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും ഒരു പരിശോധന ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ബാങ്കിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. പാർട്ടിക്ക് നൽകിയ ആദായ നികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. 1990 അക്കൗണ്ട് CPM തുടങ്ങുന്നത്. അതിൽ ഇപ്പോഴുള്ള ബാലൻസ് എന്ന് പറയുന്നത് 5,10,00,000 രൂപയാണ്. ഇതിൽ 1 കോടി രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ്. കഴിഞ്ഞ ഏപ്രിൽ 2-ന് 1 കോടി രൂപയാണ് ഈ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിട്ടുള്ളത്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി തന്നെയാണ് പണം പിൻവലിച്ചത്. ഈ പിൻവലിച്ച പണം ചിലവഴിക്കരുത് എന്ന ആദായ നികുതി വകുപ്പ് കൃത്യമായ ഒരു നിർദ്ദേശം അവർക്ക് നൽകിയിട്ടുണ്ട്. മാത്രമല്ല പണത്തിന്റെ കൃത്യമായ സോഴ്സ് അഥവാ ഉറവിടം കൃത്യമായി തന്നെ വ്യക്തമാക്കാനും ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും CPM-നെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇതിനോടകം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായ നികുതി വകുപ്പും ചേർന്ന് CPM-നെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്.